all the fucking things here. Hey, സുവിശേഷം പിന്നെ ഓതാ കേട്ടോ. Right now and tell them to come here. How did you done the admission of ചെന്നൈയിൽ എടുക്കുന്നത്? അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ എങ്ങനെ ചെയ്തു? നമസ്കാരം സുഹൃത്തുക്കളെ. ജോർജിയയിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ ജോർജിയയിൽ ഇപ്പൊ കറന്റ് 3:30 കഴിഞ്ഞിരിക്കുന്നു. രാവിലെ എളുപ്പകാലമാണ്. ഇതുവരെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്നെ ഒരു 10-11 മണിയായപ്പോഴാണ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഡൽഹി മെട്രോയുടെ അവിടെ ഒരു സ്റ്റുഡന്റ് കോൺടാക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ മെഡിസിന് എൻറോൾ ചെയ്ത ഒരു സ്റ്റുഡന്റ് അതിവിടെ വന്ന് പെട്ട് കിടക്കുമായിരുന്നു. അവരുടെ റൂംമേറ്റ് അവരുടെ ഏജന്റ് ആ കുട്ടിയെ റൂമിൽ പൂട്ടിയിട്ട് അതുപോലെ തന്നെ ആ റൂമിൽ ചെന്നപ്പോൾ അതിന്റെ അപ്പുറം അവസ്ഥ. ആ റൂമിൽ കയറാൻ പോലും പറ്റത്തില്ല. പുറത്തേക്കാണ് അതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അൺബെയറബിൾ. ആ ആളുടെ പേര് പറഞ്ഞില്ല. അപ്പൊ ഫോണിൽ പോലീസ് വിളിക്കാൻ പോകണം. ജോർജിയൻ പോലീസിനെ വിളിക്കാൻ പോകണം. ഷുഡ് ബി കോൾ ദം ഓർ നോട്ട്? പക്ഷെ നീ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഒരു കൊച്ചിന്റെ ജീവിതം വെച്ചാൽ നീ കളിക്കുന്നേ. അറ്റ്ലീസ്റ്റ് അത് ചെയ്യും. അതൊക്കെ പോട്ടെ, അതെന്താ വെച്ചാൽ പോട്ടെ വെക്കാം. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറൌണ്ട് 5 ലക്ഷത്തിന് മുകളിൽ സർവീസ് ചാർജ് വാങ്ങിച്ചത്. ആലോചിക്കുക, മനുഷ്യന്റെ ഒരു മനുഷ്യപ്പറ്റി വേണം. പിന്നെ TRC എന്ന് പറഞ്ഞ സംഭവത്തിന് $500 വാങ്ങിച്ചു. എനിക്ക് അറിയാൻ മേലാത്തോണ്ടിരിക്കുന്നു. ഇവിടെ പല ഏജൻസിക്കാരും $500-700 ഒക്കെ വാങ്ങുന്നുണ്ട്. ഈ ഒരു TRCക്ക് ഇവിടെ നോർമലി ആവുന്ന കൂടിപ്പോയാൽ വരുന്നതെന്ന് പറയുമ്പോൾ 300-350, കൂടിപ്പോയാൽ 400. അത്രയും പോകത്തൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, TRC ചെയ്യുന്നവർക്ക് അതിനകത്ത് ബെനിഫിറ്റ് കാണാം, അവരുടെ സമയം വേസ്റ്റ് ആക്കുന്ന അങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാം. പക്ഷെ ഒരു 500-700 എന്നൊക്കെ പറയുന്നത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിട്ട് ഈ സ്റ്റുഡന്റിന്റെ ഫീസ് മറിച്ചു. എന്നിട്ട് അതുപോലെ തന്നെ ആ സ്റ്റുഡന്റിന്റെ പാസ്പോർട്ട് പിടിച്ച് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതിനെ പോലെ പല തെണ്ടിത്തരം കാണിക്കുന്ന എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. നന്മ മരങ്ങളും നമ്മൾ പുറമെ പറയുകയും ചെയ്യും. പക്ഷെ കാണിക്കുന്നതാണെങ്കിൽ കണ്ണം തിരിവ്. പച്ചയ്ക്ക് പറയാമല്ലോ കാര്യം. ഇതിന്റെ അകത്ത് നേരെ ചൊവ്വ അഡ്മിഷൻ ചെയ്യുന്നവന്മാരെ മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നാട്ടിൽ ടാക്സും കൊടുത്ത് എന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപയാണ് അതിന്റെ പ്രോസസിംഗ് വരണമെങ്കിൽ അതിന്റെ 18% ടാക്സ് കൊടുക്കണം. ആ 18% ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത്രയും കൊടുത്ത് ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. അപ്പൊ ഈ സെക്ടറിൽ ഏജന്റുമാരായിട്ട് നിന്ന് കളിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട പല ഏജൻസിക്കാർക്ക് ഇതിന്റെ അകത്ത് അതൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. കാര്യം നേരെ നിന്ന് സീസൺ ടൈം ആകുമ്പോൾ നേരെ നിന്ന് അഡ്മിഷൻ ചെയ്യാൻ പറ്റത്തുണ്ട്. മര്യാദയ്ക്ക് അവനെ അഡ്മിഷൻ ചെയ്യാനാണ്ട അവന്മാർക്കിട്ട് എന്തെങ്കിലും താങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നവരുടെ ഇവിടുത്തെ അത് പണ്ടുതൊട്ടുള്ള പരിപാടിയാണെന്നും ഒരു കരക്കമ്പിയുണ്ട്. അതെല്ലാം പോട്ടെ, എല്ലാം വെച്ചൊരു വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ ഒരു വീഡിയോ വരുന്നുണ്ട്. വധഭീഷണി എന്നെ പിടിച്ചിട്ട് മൂക്കി കൂടെ വലിച്ചേരുമെന്ന് പറഞ്ഞാലും ഞാനതിടും. നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യവും അതും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നിയമപരമായും കായികപരമായും നേരിടുന്നതായിരിക്കും എന്ന് താഴ്മയായി പറഞ്ഞുകൊണ്ടു ഞാൻ വീഡിയോ നിർത്തുകയാണ്. ശുഭദിനം.